ഞാനിപ്പോൾ ഉള്ളത് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലാണ്. കോട്ടയം ജില്ലയിൽ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കേസുകൾ ഉയർന്നിരിക്കുന്നത് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലാണ്. ഇന്നലെയും ഇന്നുമായി ഒരുപാട് പരാതികളാണ് ഈ സ്റ്റേഷനിൽ ലഭിക്കുന്നത്. കൂടാതെ ഇന്ന് രാവിലെ മുതൽ 60-ലധികം സ്ത്രീകൾ പരാതി നൽകാനായി ഇവിടെ എത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പാതിവിലയിൽ സ്കൂട്ടർ കിട്ടും, പാതിവിലയിൽ തയ്യൽ മെഷീൻ കിട്ടുമെന്ന് കരുതിയാണ് പലരും പണമടച്ചത്. എന്നാൽ ഓഗസ്റ്റ് 1-ന് മുൻപായി തന്നെ പണമടച്ചതാണ്. പലർക്കും ഇപ്പോഴും സ്കൂട്ടറോ തയ്യൽ മെഷീനോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഇപ്പോൾ ഈ പരാതികൾ പല ഭാഗത്തു നിന്നായി ഉയരുന്ന സാഹചര്യത്തിലാണ് കൂടുതൽ പേർ പരാതി നൽകാനായി ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ മുതൽ ഒട്ടനേകം സ്ത്രീകൾ വരുന്നുണ്ട്. ചേച്ചി, പാതിവിലയിൽ സ്കൂട്ടറാണോ തയ്യൽ മെഷീനായിരുന്നു? ഏതിനാണ്? മെഷീനായിരുന്നു കൊടുത്തത്. 2 മെഷീൻ അപേക്ഷ കൊടുത്തു. 20,500 രൂപ ഞാൻ അടച്ചായിരുന്നു. അത് ആദ്യത്തെ കിടവർ എല്ലാവർക്കും കൊടുത്തായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസത്തിൽ നമ്മൾ കൊടുത്തായിരുന്നു. ഞങ്ങൾക്കൊരു കോർഡിനേറ്റർ ഉണ്ടായിരുന്നു, കുഞ്ഞുമോൾ തോമസ് എന്നാണ് പേര്. പുള്ളിക്കാരത്തിൽ അക്കൗണ്ടിലായിട്ടാണ് പൈസയെല്ലാം ഇട്ട് കൊടുത്തത്. അപ്പോൾ നമുക്കത് കിട്ടുമെന്നുള്ള പ്രതീക്ഷ. നമ്മൾ സാധാരണക്കാരല്ലേ, നമുക്കപ്പം ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്കത് നല്ല സഹായമല്ലേ, സ്ത്രീകൾക്കുള്ളൊരു സംരംഭം അല്ലേ എന്നോർത്തുകൊണ്ട് നമ്മൾ പൈസ കൊടുത്താണ്. പക്ഷെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്കിതെങ്ങനെയും തിരിച്ച് കിട്ടാതിരിക്കാൻ പറ്റില്ല. കാര്യം ഞങ്ങളൊക്കെ സാധാരണക്കാരാണ്. ഞങ്ങളൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഈ രാവിലെ തൊട്ട് വൈകോളം ഈ കുത്തിയിരുന്ന് തയ്ച്ചുണ്ടാക്കുന്ന പൈസയാണ്. അപ്പോൾ നമുക്ക് നഷ്ടം വരുമ്പോൾ നമുക്ക് ഭയങ്കര വലിയൊരു നഷ്ടമാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് എങ്ങനെയും തിരിച്ചു കിട്ടും. ഞങ്ങൾ അതിന് പരാതിപ്പെടാൻ വേണ്ടി വന്നതാണ്. കുഞ്ഞുമോളാണോ നിങ്ങളെയൊക്കെ സമീപിച്ചത്? ഇങ്ങനെ കിട്ടും, തയ്യൽ മെഷീൻ കിട്ടും? ഞങ്ങളുടെ ഒരു കോർഡിനേറ്റർ ആയിരുന്നു, സീഡിൻ്റെ ഒരു കോർഡിനേറ്റർ ആയിരുന്നു. അപ്പോൾ പുള്ളിക്കാരി ഞങ്ങളുടെ തലപ്പലം പഞ്ചായത്തിൽ തന്നെയുള്ള ആൾ വന്ന്. അപ്പോൾ ഈ കോർഡിനേറ്റർ എന്താ പറയുന്നത്? അവരും കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം നമുക്ക് അവരെ ആരും പഴിക്കാൻ പറ്റത്തില്ല. ആർക്കും ഇങ്ങനൊരു സംഭവം സംഭവിക്കും എന്നുള്ളത് ആർക്കും അറിയത്തില്ലല്ലോ. ആരും നമുക്ക് പഴിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങനൊരു അബദ്ധം പറ്റിപ്പോയി. അപ്പോൾ അതിനെതിരായിട്ട് എന്തെങ്കിലും എന്നാണേലും നമുക്ക് നടപടി എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ പൈസ എല്ലാം ഞങ്ങൾക്ക് തിരിക്കും. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളെപ്പോലെ അനേകരുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ വന്നു. അന്നേരം ഇവിടെ 100-800 മേളിൽ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒത്തിരി പേരെ ഇങ്ങനെ പൈസ നഷ്ടമായിട്ടുണ്ട്, സ്കൂട്ടർ പരമായിട്ടും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതിന് എന്തെങ്കിലും തീരുമാനം എടുക്കണം. അത് ചേച്ചിക്കും തയ്യൽ മെഷീന് വേണ്ടിയാണോ പണം നൽകിയത്? മെഷീൻ്റെ തന്നെയാണ്. അത് ഞാൻ 4 പേരെയാണ് എന്നോട് കൊടുത്തിരിക്കുന്നത്. എൻ്റെ കൂട്ടുകാരുടെ തന്നെ 3 പേരുടെ, എൻ്റെ കൂടെ കൂടി 4 പേരുടെ. ആദ്യം ഞങ്ങളോട് 320 രൂപ വെച്ച് 4 പേരുടെ ഷെയർ മേടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം മാർച്ച് 20-ാം തീയതി ഞങ്ങൾ 13,000 രൂപ വെച്ച് 4 പേർക്ക് പൈസ ഇട്ട് കൊടുത്തു. അതിൻ്റെ രേഖകൾ സഹിതം ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ 30 ദിവസത്തിനകം മെഷീൻ കിട്ടും, ഇന്ന് കിട്ടും, നാളെ കിട്ടും. ആദ്യം പറഞ്ഞു വരാൻ താമസിക്കുന്നത് വയനാട് ദുരന്തം കാരണം താമസിക്കുന്നത്. അത് കഴിഞ്ഞ് വണ്ടി കേടായി, ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് താമസിച്ച് ഞങ്ങൾ ശരിയെന്ന് ഓർത്തിരുന്നു. പക്ഷേ ഇപ്പം ഇങ്ങനെ പ്രശ്നങ്ങളായി എല്ലാവരും കേസ് കൊടുക്കുന്നു എന്ന് കണ്ടപ്പം ഞങ്ങളും നമ്മൾ 13,000 രൂപ ഒരാൾക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ സാധാരണക്കാരല്ലേ, അവരൊക്കെ കഷ്ടപ്പെട്ട് ഓരോരുത്തരാണെങ്കിൽ പണയം വെച്ചുമൊക്കെ പൈസ കൊണ്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനൊരു നടപടി ഉണ്ടാകണം. തീർച്ചയായും കൂടുതൽ പരാതികൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ്. ആദ്യമെല്ലാം തന്നെ ഒരു പരാതിയിൽ FIR എടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ 5 പേരുടെ പരാതിയിലാണ് ഒരു FIR രജിസ്റ്റർ ചെയ്യുന്നത്. അതും ഒരു ദിവസം 5 FIR മാത്രമേ രജിസ്റ്റർ ചെയ്യുള്ളൂ. കാരണം അത്രമാത്രം പരാതികളാണ് ഈ ഈരാറ്റുപേട്ട പരിധിയിൽ ഉയർന്നു വരുന്നത്. ഇനി വരും ദിവസങ്ങളിലും ഈ കണക്ക് ഉയരാൻ തന്നെയാണ് സാധ്യത. സാധാരണക്കാരായ സ്ത്രീകളാണ് തയ്യൽ മെഷീൻ ലഭിക്കും അല്ലെങ്കിൽ സ്കൂട്ടർ ലഭിക്കുമെന്ന് കരുതിയാണ് ഇവരെല്ലാം തന്നെ പണമടച്ചത്. അതിനാൽ തന്നെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് ഇവരുടെ തീരുമാനം. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.